ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് കുറച്ച് കാലമായി. കുറച്ച് നല്ല ബ്രേക്ക് വന്നു. അപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് അല്ല, ഒരു 2-3 ഫ്രണ്ട്സിനോട് ചോദിച്ചു എന്താണ് വീഡിയോ ഒന്നും കാണാത്തത് യൂട്യൂബിൽ. ചെറിയൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന പോലെ എന്റെ ഫോണും കേടായി, എന്റെ ഡേറ്റ മൊത്തം പോയി. ഞാൻ ഏകദേശം ഒരു 3 or 4 വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഡേറ്റ മൊത്തം പോയി. അപ്പൊ അങ്ങനെ വീണ്ടും ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോ അങ്ങനെ ഹിയർ ഐ ആം, ഒരു പുതിയ വ്ളോഗായിട്ട്. ഇന്നൊരു ജിം വ്ളോഗാണ്. സോ ലെറ്റ്സ് ഗോ. നമുക്ക് ജിം ബാഗ് പാക്ക് ചെയ്യാം. ഒരു ടിപ്പിക്കൽ ജിം വ്ളോഗ് പോലെ തന്നെ ഞാനും വാട്ട് ഡു ഐ പാക്ക് ടു മൈ ജിം എന്ന് കാണിക്കാം. അതായത് എൻ്റെ ജിം ബെൽറ്റ് ഹെവി മൂവ്മെൻറ്റ്സ് പോകുമ്പോൾ യൂഷ്വലി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇത് അതുപോലെ തന്നെ എന്താ പറയുക, സ്ട്രാപ്പ്, ഗ്രിപ്പ് സ്ട്രാപ്പ്, പിന്നെ ടവൽ. ഇന്ന് വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് മൈക്ക് എടുക്കുന്നുണ്ട്. പിന്നെ സോക്സ്, യെസ്. പിന്നെ വെള്ളത്തിൻ്റെ കുപ്പി, അത് കിച്ചണിൽ നിന്ന് വെള്ളം ഫില്ല് ചെയ്യണം. പിന്നെ ക്യാപ്പ്. ഞാൻ യൂഷ്വലി ജിമ്മിൽ ക്യാപ്പ് യൂസ് ചെയ്തിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. അതായത് മുടി എപ്പോഴും ഒതുങ്ങി നിൽക്കില്ല, അപ്പോൾ അങ്ങനെ ക്യാപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ ശീലമായി. നേരത്തെ യൂട്യൂബിൽ നിന്ന് ബ്രേക്ക് എടുത്ത കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ജിമ്മും ഡയറ്റും കുറച്ച് ഓഫ് ട്രാക്ക് ആയിരുന്നു. അങ്ങനെ പോവാതിരുന്നിട്ടില്ല ജിമ്മിൽ, പക്ഷെ എന്നാലും കുറച്ച് ഇറഗുലർ ആയിരുന്നു. അതുകൊണ്ട് ബോഡി മൊത്തത്തിലൊന്ന് ചുരുങ്ങി, ഷ്രിങ്കായി. അതായത് ഗെയിംസ് മൊത്തം പോയിട്ടുള്ളത്. പക്ഷെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓവർ കോൺഫിഡൻസ് ആണെന്ന് അറിയില്ല, ബട്ട് യാ, ഐ ഡു ഹാവ് ദ കോൺഫിഡൻസ്. അപ്പോ ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. യെസ്, നമുക്ക് പ്രീ വർക്കൗട്ടും കഴിച്ചിട്ട് ജിമ്മിലേക്ക് പോവാം. സോ ഇന്ന് പ്രീ വർക്കൗട്ടായിട്ട് ഞാൻ ഒരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് സിമ്പിളായിട്ടുള്ള സ്മൂത്തിയാണ്, അതായത് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല. ഓക്കെ, ഫസ്റ്റ് ഒരു പഴം, ഞാൻ റോബസ്റ്റ് പഴമാണ് യൂസ് ചെയ്തത്. അപ്പോൾ അത് കുനുകുനാന്ന് അരിയുക. അപ്പോൾ ഞാൻ ഓട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ന് പ്രോട്ടീൻ ഓട്സാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പ്രോട്ടീൻ ഓട്സ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് തീർക്കാൻ വേണ്ടി യൂസ് ചെയ്യാണ്. അല്ലെങ്കിൽ നോർമൽ ഓട്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇന്ന് പ്രോട്ടീൻ ഓട്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, എക്സ്ട്രാ നട്ട്സോ കാര്യങ്ങളോ ആഡ് ചെയ്യുന്നില്ല, ഡേറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ പ്രോട്ടീൻ ഓട്സ് ആഡ് ചെയ്യാം. ഡേറ്റ്സ്, ഇത് കുറച്ച് വലിയ ഡേറ്റ്സ് ആണ്, അതുകൊണ്ട് ഒന്നും മതിയെന്ന് തോന്നുന്നു. പക്ഷെ ഷുഗർ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ റിലീഫാണ് ഡേറ്റ്സ്. നല്ല മധുരല്ലേ. സോ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഇത് കുറച്ച് സിമ്പിളായിട്ടുള്ള സ്മൂത്തിയാണ്, അധികം ഒന്നും ആഡ് ചെയ്യുന്നില്ല. കുറച്ച് പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ യെസ്, ഇതാണ് ഇന്നത്തെ പ്രീ വർക്കൗട്ട് സ്മൂത്തി. നിങ്ങൾക്ക് വേണം? അമ്മ കുറച്ച് ഷൈയാണ്. പിന്നെ ഞാൻ യൂഷ്വലി ചെയ്യുന്ന പരിപാടിയാണ്, ഇതിന്റെ ബോട്ടിൽ മൊത്തം നമ്മുടെ പ്രോട്ടീനാണ്. അതുകൊണ്ട് ഞാൻ ഇതിങ്ങനെ കഴുകി അതും കുടിക്കും. അപ്പോ നെവർ മിസ് സിംഗിൾ ഗ്രാം ഓഫ് പ്രോട്ടീൻ എന്നൊക്കെ പറയില്ലേ? ആരും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ പറഞ്ഞതാണ്. നല്ല മഴയാണ് പുറത്ത്, അപ്പോൾ കാർ എടുക്കാന്ന് വിചാരിച്ചു. സോ ഞാനിപ്പോൾ ജിമ്മിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ട്രെയിനോട് സംസാരിച്ചിട്ട് ഞാൻ ഇന്ന് എൻ്റെ പഴയ ഷെഡ്യൂൾ കഴിഞ്ഞു, വർക്കൗട്ട് ഷെഡ്യൂൾ കഴിഞ്ഞു. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചു പുതിയ വർക്കൗട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് ആണ്. അതായത് ഞാൻ ട്രഡീഷണൽ
ബെഞ്ച് പ്രസ് കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ മെഷീൻസ് ആണ് എല്ലാത്തിനും. അപ്പോൾ എന്തായാലും ട്രെയിനറിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഞാൻ എല്ലാം ചോദിച്ചാൽ ചെയ്യാറ്, അല്ലാണ്ട് എല്ലാം അറിയാവുന്ന രീതിയിൽ ചെയ്യാറില്ല. ഇവിടെ പോയാലും എല്ലാം ഫസ്റ്റ് ബിഗിനർ ചോദിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടേ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. നമ്മളെ ബോഡിയാണ്, നമ്മൾ വെറുതെ ഈഗോ വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 5 years ആയി വർക്കൗട്ട് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ട്രെയിനർമാരോട് ചോദിച്ചിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാറുള്ളൂ. അതിപ്പോൾ എന്നെക്കാളും എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ആളാണേലും കൂടുതലായിട്ടുള്ള ആളാണേലും ഞാൻ ചോദിക്കാറുണ്ട്. ട്രെയിനറാണോ ഞാൻ ചോദിക്കാറുണ്ട്. സോ യാ, ലെറ്റ്സ് ഗോ. ഓക്കെ, സോ അപ്പോൾ ഇവിടുത്തെ ജിമ്മിലെത്തി. ഭയങ്കര നോയ്സ് ആണ്. ലെറ്റ്സ് ഗെറ്റ് റെഡി. ഇവിടെ നല്ല അടിപൊളി വലിയ ജിമ്മാട്ടാ, നല്ല ഭയങ്കര ആംബിയൻസ് ആണ്. അപ്പൊ ഇന്ന് ചെസ്റ്റ് ഡേ ചെയ്യാന്ന് വിചാരിക്കുന്നത്. ചെസ്റ്റ് ഡേയും എന്താ പറയാ 1-2 വർക്കൗട്ട് ഷോൾഡറും കൊടുക്കാന്ന് വിചാരിച്ചു. ബേസിക്കലി പുഷ് തന്നെയാണ്, പക്ഷേ ഞാൻ സിംഗിൾ മസിൽ പെർ ഡേ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 5 വർക്കൗട്ട് ചെസ്റ്റിനും 2 വർക്കൗട്ട് ഡെൽറ്റിനും കൊടുക്കാന്ന് വിചാരിച്ചു. സോ വാമപ്പ് ഞാൻ പൊതുവെ ഡൈനാമിക് മൂവ്മെന്റ്സ് ചെയ്യാറ്, ഡൈനാമിക് സ്ട്രെച്ചിങ്. സോ വാമപ്പായിട്ട് കുറച്ച് പുഷപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബിൾ പ്രസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഒരു വാം സെറ്റ് കൊടുക്കാം 10 kg വെച്ചിട്ട്. 1 2 3 14 15. സോ അടുത്ത വർക്കിംഗ് സെറ്റ് 20 kg സ്റ്റാർട്ട് ചെയ്യാം. ഒരു 12 reps. Yeah, boy. 1 2 12. അപ്പോൾ ഫസ്റ്റ് സെറ്റ് 12 reps പോയി, 20 kg. നെക്സ്റ്റ് 25 എടുക്കാൻ തോന്നുന്നു. 2 3 1 2. അപ്പോൾ അടുത്ത 30 kg. എത്ര റെപ്പ്? പൂല അപ്പോ ഹാമർ ഇൻക്ലൈൻ പ്രസ് എന്നാ പറഞ്ഞേ. ഹാമർ ഇൻക്ലൈൻ പ്രസ് ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ചെറിയ ലൈറ്റ് വെയിറ്റില് വാം ചെയ്യാം. സോ വാമപ്പ് 7.5 ഇട്ടിട്ട് 12 reps ചെയ്തു. ഇതൊരു 15 നമ്പർ പോകാൻ നോക്കാം. 10 kg ഈച്ച്. Easy boy. 2 3 5 6 7
ഈ മെഷീൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അധികം വെയിറ്റ് ലോഡ് ചെയ്യുന്നില്ല. ഒരു 5 കൂടെ ആഡ് ചെയ്യാം, 15 ആക്കാം. Oh. 15 നമ്പേഴ്സ് പോയി. ലാസ്റ്റ് സെറ്റ് ഒരു 5 കൂടെ ലോഡ് ചെയ്യാം. ഒരു 15 റെപ്സ് ടാർഗറ്റ് ചെയ്യുന്നത്. എത്ര പോകുന്നറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആണ് ഈ മെഷീൻ. ചെറിയ പേടിയുണ്ട് ചെയ്യുന്നത് ശരിയാണോ എന്നോ. നല്ല നോക്കാം. Nice one. Choo. 12 റെപ്സ് പോയി. കൂടുതൽ പോകുന്നില്ല. 10 ഈസിയായിട്ട് പോയി. പിന്നെ 2 കൂടി പുഷ് ചെയ്തു. സോ വെറുതെ സ്ട്രെയിൻ എടുക്കണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പൊതുവെ ഭയങ്കര സ്ലോ ആയിട്ട് ട്രെയിൻ ചെയ്യല്. അമ്മ ചോദിക്കും എന്താ 3 മണിക്കൂർ ജിമ്മിൽ പരിപാടി എന്നെല്ലാം. പക്ഷെ ഇന്ന് കുറച്ച് സ്പീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ട്രെയിനറിന് അണ്ടറിൽ ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല. നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല എഫക്റ്റീവാണ് വർക്കൗട്ട്. നല്ല മെഷീനാണ്. ആ 2.5 മുകളിലേക്കല്ലേ? ഇത് വാമ്പില്ലല്ലോ. ഓക്കെ. ലാസ്റ്റ് വൺ. 5. Oh my god. ആന ചന്തക്ക് പോയാലാണ് എല്ലാം. എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഈ മെഷീൻ. ഫസ്റ്റ് ടൈമാ. ഇതിനു മുമ്പ് ചെയ്ത മെഷീൻ ഫസ്റ്റ് ടൈമാണ്. നല്ല കോൺട്രാക്ഷൻ കിട്ടുന്നുണ്ട് അപ്പർ ചെസ്റ്റിലേക്ക്. നല്ല പമ്പുണ്ട്. സോ വർക്ക്ഔട്ട് സോ ഫാർ സോ ഗുഡ്. 15 റെപ്പാ പോയത്. 2.5 മാത്രമേ ലോഡ് ചെയ്തിട്ടുള്ളൂ. എനിക്കൊന്ന് അടുത്ത സെറ്റും കൂടെ 2.5 അടിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം വെയിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഓക്കെ. സോ നെക്സ്റ്റ് സെറ്റ്. ഇതും 15 നമ്പേഴ്സ് ചെയ്യാനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. 4 സെറ്റാണ് ഈ വർക്ക്ഔട്ട്. 4 സെറ്റും 15 നമ്പേഴ്സ് ചെയ്യാനാണ് പ്ലാൻ. സോ two, 3, 4. Last one. Oh bro. അടിപൊളി മെഷീൻ ആട്ടാ. നല്ല കോൺട്രാക്ഷൻ കിട്ടുന്നുണ്ട് ചെസ്റ്റിൽ. അപ്പർ ചെസ്റ്റിലേക്ക് എല്ലാം കറക്റ്റ് കിട്ടുന്നുണ്ട്. എന്താ പറയാ, നല്ല ഫീൽ ഗുഡ് പോലെ. ആ മെഷീനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. സോഫാർ എന്റെ ഏറ്റവും ഫേവറേറ്റ് മെഷീനായി മാറിയത്. ലാസ്റ്റ് സെറ്റാണ്. ഞാൻ വെയിറ്റ് 2.5 തന്നെ സ്റ്റിൽ ചെയ്യുന്നത്. 15 നമ്പേഴ്സ് പോകാൻ വേണ്ടിട്ട്. സോ ലെറ്റ്സ് ഗോ. 15 നമ്പർ പോവാൻ നോക്കാം. നോട്ട് ഷുവർ ദോ. Wow. Awesome. സോ അടുത്ത വർക്ക്ഔട്ട് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ആണ്. ഒരു 3 സെറ്റ്. ഫസ്റ്റ് 20 kg വെച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു 12 to 15 റെപ്സ് അടിക്കാം.
body. Wow. 2, 40, 50, about 1. 70 numbers പോയി. 50 ആയിരുന്നു ടാർഗറ്റ്. 2. Oh shit. 9 റെപ്പേ പോയിട്ടുള്ളൂ. ഇത് ഇപ്പോൾ 4th വർക്കൗട്ടാണ്, അതുകൊണ്ട് അധികം പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. സെക്കൻഡ് സെറ്റ് 9 റെപ്പ് പോയി. ഒരു 5 kg കൂടി ലോഡ് ചെയ്തിട്ട് മിനിമം 6 റെപ്പ് അടിക്കാൻ നോക്കാം. നെക്സ്റ്റ് തേർഡ് ലാസ്റ്റ് സെറ്റ്. അത് കോൺഫിഡൻസ് വേണം. ഒരു 6 നമ്പർ 6 റെപ്പ് ലാസ്റ്റ് സെറ്റ്. 8 നമ്പർ നോക്ക്. കാണിക്കട്ടോ, അതിനെ കൊടുക്കണ്ട. കുറച്ച് കൊടുക്കല. 6, 2 more. നമ്മൾ യൂസ് ചെയ്ത വെയിറ്റ് നമ്മൾ തന്നെ റീറാക്ക് ചെയ്യുക. മോസ്റ്റ്ലി ഞാൻ ജിമ്മുകളിൽ ശ്രദ്ധിച്ച കാര്യമാണ്, ആരും റീറാക്ക് ചെയ്യില്ല. എന്താണേലും വെയിറ്റ് ആണേലും ആരും റീറാക്ക് ചെയ്യില്ല. അപ്പോൾ അത് ഡിസിപ്ലിനെ എഫക്റ്റ് ചെയ്യും. സോ നെക്സ്റ്റ് വീണ്ടും ഒരു വെറൈറ്റി വർക്കൗട്ടാണ് ക്രോസ് ഓവർ മെഷീൻ. ലോവർ ചെസ്റ്റിന് അല്ല ഔട്ടർ ചെസ്റ്റിനായിട്ടുള്ള. ഇവിടെ പോകുന്നതിന് ഒന്ന് പമ്പ് ചെക്ക് ചെയ്യാം. സോ ഇതാണ് ഞാൻ പറഞ്ഞ മെഷീൻ ക്രോസ് ഓവർ. ഫസ്റ്റ് ടൈമാണിത്. $50 kg ഇട്ടിട്ടുണ്ട്. ചെയ്ത് നോക്കാം. ട്വൽവ് നമ്പേഴ്സ് പോയി. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് ഈ ബ്രോ ആണ്. പേരെന്താടാ? അൻഷിത്. വീടോ? ഉടുമൽ. ഓരിമുക്ക്. ഓക്കെ. 5 kg കൂടി ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സെറ്റ് ആണ്. എത്ര പോകും നോക്കാം.
4. Okay. 6. 25 നമ്പേഴ്സ് പോയി. ഫെയിലർ അടിക്കാനാണ് പറഞ്ഞത്. 25 നിയർ ടു ഫെയിലർ കിട്ടി. അപ്പോൾ വെയിറ്റ് ഇൻക്രീസ് ചെയ്യാം. ഇപ്പോൾ ഒരു 55 kg ആണ് ഇപ്പോൾ ചെയ്തത്. ഒരു 65 അടിച്ചു നോക്കാം. സോ സെക്കൻഡ് സെറ്റ് ഇതും ഫെയിലർ അടിക്കാനാണ് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി കറണ്ട് പോയി. അപ്പോൾ ലൈറ്റ് കുറച്ച് ഷോക്കാണ്. സീനില്ല. എന്നാലും ഇവിടെ ലൈറ്റ് ഉണ്ട്. കറണ്ട് പോയിട്ടും കുറച്ച് ബൾബേ ഫങ്ഷൻ ചെയ്യുന്നില്ലു. എന്നിട്ടും എനിക്കൊന്നും നല്ല ലൈറ്റ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തേർഡ് സെറ്റ് ഫെയിലിയറിനെ നോക്കാം. വെയിറ്റ് ഒരു 75 8 80 kg. ഓ നല്ല വെയിറ്റായി. വാ തേർട്ടി നമ്പേഴ്സ് പോയി. നെക്സ്റ്റ് ലാസ്റ്റ് സെറ്റാണ്, ഫോർത്ത് സെറ്റാണ്. അപ്പോൾ വെയിറ്റ് 80 kg 90 ആക്കാം. 90 kg ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത പതിനൊന്ന് റെപ്പിൽ ഫെയിലറായി. അടുത്തത് ഓവർ ഹെഡ് റോപ്പ് എക്സ്റ്റൻഷനാണ്. സോ റോപ്പ് എക്സ്റ്റൻഷൻ. അപ്പോൾ 15 നമ്പേഴ്സ് ചെയ്തു. ഒരു വെറൈറ്റി റോപ്പാണ്, പിടിക്കാൻ നല്ല സുഖമുണ്ട്. ഞാൻ പറഞ്ഞ റോപ്പ് പിടിക്കാൻ നല്ല കംഫർട്ടാണ്. സോ ലാസ്റ്റ് സെറ്റ്. വെയിറ്റ് ലോഡ് ചെയ്യുന്നില്ല, കൂടുതൽ വെയിറ്റ് ലോഡ് ചെയ്യുന്നില്ല. നേരത്തെ ടുവേർഡ്സ് ലാസ്റ്റ് 2 to 3 റെപ്സ് ഷോൾഡറിലേക്ക് കുറച്ച് ലോഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെയിറ്റ് ഇൻക്രീസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ 15 നമ്പേഴ്സിനെ ടാർഗറ്റ് ചെയ്യാം. വേണ്ട, ഷോൾഡറിലേക്ക് ലോഡ് പോകുന്നുണ്ട്. അപ്പോൾ റിസ്ക് എടുക്കുന്നില്ല. 12 റെപ്സ് തന്നെ നിർത്തി. പക്ഷേ 12 റെപ്സ് നല്ല ക്ലീൻ ആയിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പമ്പ് കവർ ഊരിണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നാണം കാരണം ഹുഡി തിരിച്ചിട്ടു. അപ്പോൾ വീണ്ടും പമ്പ് ചെക്ക് ചെയ്യാം. ഇന്ന് മോശമില്ലാത്തൊരു പമ്പ് കിട്ടിയിട്ടുണ്ട്. നോട്ട് ബാഡ് എന്ന് പറയാം കമ്പയർഡ് ടു അതർ ഡേയ്സ്. സോ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞു. കുറച്ച് സ്ട്രെച്ച് ചെയ്യാം.
സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അടുത്തൊരു വ്ളോഗോ അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും